പാഥേയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണിലേക്കാണ്. വാഗമണിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വാഗമണിലേക്ക് പോകുന്നത് എല്ലാ തവണയും പോകുന്നത് പോലെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ കൂടിയല്ല. നമ്മൾ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ കുറച്ച് ചെന്നതിന് ശേഷം വെള്ളികുളത്ത് നിന്ന് തിരിഞ്ഞ് നമ്മൾ വാഗമണിലേക്ക് പുതിയൊരു വഴി കൂടെയാണ് പോകാൻ പോകുന്നത്. നമ്മളിതാ വെള്ളികുളത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഗ്രോട്ടോ ഫേമസ് ആണ്, എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും. ആനക്കാട്ടിൽ ചാക്കോച്ചി വന്ന് നേർച്ചയിടുന്ന ആ ഗ്രോട്ടോ വെള്ളികുളം പള്ളിയുടെ ഗ്രോട്ടോ ആണ്. അപ്പോൾ ഈ ഗ്രോട്ടോയുടെ കുറച്ച് മുമ്പിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പുതിയ വഴിയിലൂടെ വാഗമണിലേക്ക് പോകേണ്ടത്. ഇതാണ് ആ വഴി. ഇവിടെ നിന്ന് താഴേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് വാഗമണിലേക്ക് 6.5 കിലോമീറ്റർ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. താഴെ നിന്നാണ് നമ്മൾ വന്നത്. പാലായിൽ നിന്ന് വന്ന വഴി, ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന വഴിയാണ്. മുകളിലേക്ക് കിടക്കുന്നതാണ് വാഗമണിലേക്കുള്ള വഴി. നമുക്കിത് ഈ താഴെ കൂടെയുള്ള വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പം നമ്മളിന്ന് ജിമിനിയിലാണ് പോകുന്നത്. ചെറിയ വഴിയാണ്, നല്ല കുത്ത് കയറ്റങ്ങളും വളവുകളും ഒക്കെ ഉള്ള ഒരു വഴിയിൽ കൂടെയാണ് നമുക്കിന്ന് പോകാനുള്ളത്. വഴിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ജിമിനി ഉള്ള ധൈര്യത്തിൽ നമ്മൾ പോവുകയാണ്. കണ്ടോ, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. ജസ്റ്റ് വഴി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു വളവാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കൃഷി സ്ഥലമൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. രണ്ടാമത്തെ വളവ് വന്നിരിക്കുന്നു. കൊടും വളവാണ് കേട്ടോ ഇവിടെ. കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഒന്ന് നിർത്തി ജസ്റ്റ് ഒരുപാട് വെള്ളമൊന്നുമില്ല, പക്ഷെ നല്ല പൊക്കത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റുള്ള മലയിൽ ഒരു വെള്ളച്ചാട്ടം കാണാമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിലൂടെ പിന്നെ അങ്ങനെ വലിയ വണ്ടികളൊന്നും വരുന്നില്ല കേട്ടോ. ഇവിടുത്തെ താമസക്കാരുടെ ഇടയ്ക്ക് വല്ല സ്കൂട്ടറോ അങ്ങനെയൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വാഗമണിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് പകുതി പേർക്കും അറിയത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാലം വന്നേ. ഇത് ഏതാണ്ട് നമ്മുടെ കാരികാട് ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് വരും. ഈ കാണുന്നത് നമ്മൾ വിചാരിക്കരുത് തോടാണെന്നല്ലേ, പക്ഷേ ഇത് ശരിക്കും മീനച്ചിലാറിൻ്റെ ഭാഗമാണ്. നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഇത് മീനച്ചിലാറെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മീനച്ചിലാറിൻ്റെ തുടക്ക ഭാഗങ്ങളൊക്കെ ആയിരിക്കാം. രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ പാലത്തേക്കടെ കടന്നു പോകുമ്പോൾ ഇടതുവശത്ത് നിന്നും മുകളിൽ നിന്നും വെള്ളം വന്നിട്ടാണ് ഇതിങ്ങനെ രണ്ടിടത്ത് വന്നിട്ട് ജോയിൻ്റ് ആയിട്ടാണ് ഇങ്ങനെ ഈ പാലത്തിനടിക്കൂടെ വെള്ളം ഒഴുകുന്നത്. എന്നെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണെന്ന് നോക്കി. ഒരു പൊല്യൂഷനൊന്നുമില്ല, മാലിന്യങ്ങളൊന്നുമില്ലാത്ത നല്ല അടിപൊളി വെള്ളം. കണ്ടാൽ നമുക്കത് ഇറങ്ങി കുളിക്കാൻ തോന്നും. നല്ല തണുപ്പുമായിരിക്കും ഇവിടെയൊക്കെ ഉള്ള വെള്ളത്തിന്. ഇവിടെ നിങ്ങൾ വെള്ളം ഒഴുകി താഴേക്ക് പോയി അവിടെ ചേർന്നിട്ട് ആ പാലത്തിനടിയിൽ നിന്ന് നേരെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു തട്ടിയൊക്കെ ഇട്ടൊരു പഴയ കെട്ടിടം കണ്ടു കേട്ടോ. ഇതൊരു കടയാണേ. ആ കട ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. അവിടെ തുറക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ടൈപ്പ് ഒരു കടയല്ല. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് നേരം അതിൻ്റെ തിണ്ണ ചെയ്ത് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു, ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു ഗ്രാമീണ ഫീലുണ്ടല്ലേ അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും കുറച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളിതാ മുന്നോട്ട് വീണ്ടും യാത്ര തുടരുവാണ്. ഇവിടെയൊക്കെ ആൾത്താമസം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ വണ്ടി നിർത്തിയതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നേ. എന്നാൽ കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ടാറിങ്ങൊക്കെ ഇളകി, മൊത്തം മിറ്റിലൊക്കെ ഇളകി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. വെള്ളമൊഴുക്കും ആയതുകൊണ്ടായിരിക്കണം. എന്തായാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിന് മാത്രമുള്ള ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു. എന്തായാലും കയറി പോവാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ കുറച്ച് ഭാഗത്ത് ഇടതുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അവിടെ കാടാണ്. നമ്മൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട മരങ്ങളോ ചെടികളോ അങ്ങനെയൊന്നും അല്ല അവിടെ നിൽക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കാടിൻ്റെ ഫീലാണ്. ശരിക്കും ഒരു കാട് തന്നെയാണെന്ന് തോന്നുന്നു. ഇതാ ഇവിടെയൊക്കെ ആൾത്താമസമുണ്ട്. ഒരു ചേട്ടൻ നിന്ന് പുല്ല് പറിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അടുത്തടുത്ത് വീടുകളൊന്നുമില്ല. കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വീട് കാണാം. അങ്ങനെയൊക്കെയാണ്. റോഡ് എന്നാലും അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 10-14 അടി വീതിയുണ്ട്. പക്ഷേ ഈ വണ്ടിയോട്ടം അധികം ഇല്ലാത്തതുകൊണ്ട് റോഡിന് രണ്ട് സൈഡിലോട്ടും പുല്ല് കയറി കിടക്കുവാണ്. അത്യാവശ്യം വീതിയുണ്ട്. ടാറിങ് ഒരുപാട് പോയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ഭാഗത്തെല്ലാം ടാറിങ് പോയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ടിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു കൃഷിസ്ഥലം കാണാം. അതവിടെ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. ഇതാ കാണുന്നുണ്ടോ, അത് ശരിക്കും നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടാണ് ആ കാണുന്നത്. അതിലൂടെ കാറുകളൊക്കെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് പോകുന്നത് കണ്ടോ. കാറുകൾ പോകുന്ന വണ്ടികൾ പോകുന്നത് കാണാം. കണ്ടോ, അങ്ങ് ദൂരെയാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. നമ്മൾ ഇപ്പം നേരെ ഓപ്പോസിറ്റ് മലയിൽ കൂടെയാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു വളവെന്ന് പറയാം.
2 വമ്പൻ വളവുകളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഇതാണ് എസ് വളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ അങ്ങ് ദൂരെ വാഗമൺ ഈരാറ്റുപേട്ട റോഡ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മുന്നോട്ട് വീണ്ടും യാത്ര തുടർന്നു. നമ്മളിപ്പം നിന്ന സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു പട്ടിയൊക്കെ കിടന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മാടം പോലെ എന്തോ ഒരു സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ആൾതാമസം ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഉണ്ടോ വീണ്ടും ഒരു കൊടും വളവ്. ഇവിടെ ഒന്നും ടാറിങ്ങും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടാറിങ്ങിന് പോയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ 1-2 സ്ഥലത്തൊക്കെ നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മലനിരകളുടെ ഭംഗി കുറച്ചുകൂടെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും, താഴെ കണ്ടതിനൊക്കെ കൂടുതൽ. ഇനിയിപ്പോൾ മുകളിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ വീണ്ടും വ്യൂ പോയിന്റുകൾ കാണുമായിരിക്കാം. നല്ല ഒരു കൊടും വളവാണ് ഇവിടെ. താഴെ കണ്ടോ നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. അങ്ങ് ദൂരെ വാഗമൺ മലനിരകളാണ് കാണുന്നതൊക്കെ. നമ്മൾ വാഗമൺ ഈരാറ്റുപേട്ട റോഡാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇവിടെ തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും പിന്നെ ആൾക്കാർ താമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടികളുടെ ബഹളം അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ശാന്തതയാണ് ഇവിടെ. ഈ കിളികളുടെ സൗണ്ട് മാത്രം. അപ്പോൾ നമ്മളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അത് കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എടുത്താൽ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല കിടിലൻ ഫ്രെയിമാണ്. അതുകൊണ്ട് എന്തേലും ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല. അപ്പോൾ കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷം നമ്മളിതാ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ശരിക്കും ഒരു കാടിന് നടുവിലൂടെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇടയ്ക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇടയ്ക്ക് ഈ കൊടും വളവുകളിലൊക്കെ ടാറിങ് നന്നായിട്ട് ഇളകി കിടപ്പുണ്ട്. അവിടെയൊക്കെ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു 4 വീൽ വണ്ടി അല്ല എങ്കിൽ കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബൈക്കൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം. പക്ഷെ അല്ലാത്ത വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാൻ പാടായിരിക്കും. ഇതിലൂടെ ബസ്സുകൾ അങ്ങനെയൊന്നും ഇറങ്ങി വരാറില്ലെന്നാണ് താഴെ നിന്നൊരു ചേട്ടൻ പറഞ്ഞ്. ഒരു തവണ ഒരു ബസ് ഇറങ്ങിക്കൊണ്ട് വന്നിട്ട് ഭയങ്കര ചടങ്ങായിരുന്നു പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട്. അതുകൊണ്ട് ചെറുവണ്ടികളൊക്കെ ഈ വഴി കൂടെ വരാറുള്ളൂ. കുറേ പുളിമരമാണ്, പുളികൾ വീണ് കിടക്കുന്നുണ്ടോ. അങ്ങനെ നമ്മളിതാ വീണ്ടും ഒരു വളവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടതുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി. വാവ്, അടിപൊളി. കണ്ട അങ്ങ് ദൂരെ നമുക്കൊരു പള്ളിയൊക്കെ കാണാം. എനിക്കൊന്ന് തോന്നുന്നത് വെള്ളികുളം പള്ളിയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആ വെള്ളികുളം പള്ളിയുടെ അപ്പുറത്തായിട്ടും കുറേ ടൗണുകൾ ഏരിയയിലൊക്കെ നമുക്ക് അങ്ങ് ദൂരക്കാഴ്ചയിൽ കാണാം. ചിലപ്പോൾ ഈരാറ്റുപേട്ടയോ കോട്ടയോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ അത്. ഇത് കണ്ടോ, ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്ന കണ്ടോ. എന്ത് മോശപ്പെട്ട പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ലോഡ് കണക്കിന് വേസ്റ്റാണ് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത്. എങ്ങനെ ഇങ്ങനെ തള്ളാൻ തോന്നുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനില്ലല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ല. അടുത്തെങ്ങും വീടുകളില്ല, ആൾ സഞ്ചാരമില്ല, ഒന്നുമില്ല. വെറുതെ ലോറിയെ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യാമല്ലോ, അതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോകൾ എടുത്തു കേട്ടോ. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും അതിമനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കാണാം. മലനിരകളുടെ ഭംഗി എന്ന് പറഞ്ഞാണല്ലോ, എനിക്ക് ഈ ക്യാമറയിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ അത് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നമ്മളിവിടെ നിൽക്കണം. ആ ചെറിയ കാറ്റ്, ആ കിളികളുടെ സൗണ്ട്, ആ മലകളുടെ ഭംഗി, മഞ്ഞ് കയറി വരുന്നത്, അതൊക്കെ കാണുമ്പോഴത്തേക്കുള്ളൊരു ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓപ്പോസിറ്റ് കാണുന്ന മലനിരകളൊക്കെയാണ് നമ്മൾ കയറി പോകുന്ന വഴിയാണ് കേട്ടോ. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലൂടെ നമ്മൾ വാഗമണിലേക്ക് പോവില്ല, ആ വഴികളാണ്. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ അറിയില്ല. പക്ഷേ ആ വാഗമൺ മലനിരകളാണ് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത്. എനിക്കൊന്നേ കാരികാട് ടോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് മലയക്കൂടെ ഒരു വഴി നമുക്ക് കാണാം. ആ വഴിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അവിടെ വീണ്ടും കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്.
ഈ വഴി നേരെ പോയിട്ട് പുള്ളിക്കാനത്താണ് ചെന്ന് ചാടുന്നത്. അപ്പോൾ പുള്ളിക്കാനത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുത്തനെയുള്ള ഇറക്കമാണ്. നമുക്ക് കയറി പോകാനായിട്ട് എളുപ്പമായിരിക്കും, പക്ഷേ തിരിച്ചിറങ്ങി വരുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളികുളത്തു നിന്ന് കയറി നേരെ പുള്ളിക്കാനത്ത് പോയി ചാടുന്ന അങ്ങോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം കയറ്റം ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഇറക്കം ഇറങ്ങി വരാനായിട്ട് കുറച്ച് പാടായിരിക്കും. പിന്നെ ചെറുവണ്ടികളെ ഇതിലൂടെ പോകുള്ളൂ. 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. അല്ലാത്ത വണ്ടികളൊന്നും ഇതുവഴി കയറി പോകില്ല. കാരണം അതുപോലത്തെ കുത്തനെയുള്ള കയറ്റങ്ങളും അതുപോലത്തെ കൊടും വളവുകളുമാണ്. മാത്രമല്ല വഴി കുറേ സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കയറി വന്ന സ്ഥലത്തൊക്കെ വഴി നന്നാക്കാനായിട്ട് പൈസ അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വഴി കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരിക്കാം. നമ്മൾ വീണ്ടും കയറ്റം കയറി വന്നപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ക്യാമറ വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അതല്ല, ഇപ്പോൾ ക്യാമറ ഒന്നും കാണാനില്ല. മിക്കവാറും അവർ തന്നെ ക്യാമറ അടിച്ച് മാറ്റി കളഞ്ഞിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതായിരിക്കും. വാവ്, ആ കാഴ്ചകൾ കണ്ടോ, എന്താ രസമെന്ന് നോക്കി. ഓരോ വളവ് തിരിഞ്ഞ് മുകളിലേക്ക് കയറി വരുന്തോറും കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോ വളവിലും വണ്ടി ചവിട്ടി കാഴ്ചകളെ കണ്ട് ആസ്വദിച്ചാണ് കയറി പോകുന്നത്. എത്രയായാലും ഫോട്ടോ എടുത്താൽ മതിയാവില്ല. അതാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത. കുറച്ചിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അന്യായ ഫ്രെയിമാണ് എല്ലായിടത്തും. രണ്ട് മലകൾ വെട്ടി ഉണ്ടാക്കി അതിനിടയ്ക്കൂടെയുള്ള വഴി. ഇവിടെ ടാറിങ് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ പുള്ളിക്കാനോ അടുക്കാറായെന്ന് തോന്നുന്നു. അതുകൊണ്ട് കയറ്റം കയറി ഒരു നിരപ്പ് രീതിയിലേക്കായിട്ടുണ്ട്. അങ്ങനെ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മളിത് പുള്ളിക്കാനം റോഡിലേക്ക് വന്ന് ചാടുവാണ്. വാഗമൺ പുള്ളിക്കാനം റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ടോ ആ കാണുന്ന വാഗമൺ പുള്ളിക്കാനം റോഡാണ്. നമുക്ക് വലത്തേക്ക് പോയാൽ വാഗമൺ, ഇടത്തേക്ക് പോയാൽ പുള്ളിക്കാനം. അപ്പോൾ ഇതിൻ്റെ ലാൻഡ്മാർക്ക് പുള്ളിക്കാനം റൂട്ടിൽ നോക്കാനാണെങ്കിൽ ബിവറേജിൻ്റെ അടുത്തായിട്ടാണ്. തൊട്ട് നേരെ ഫ്രണ്ടിൽ ഇടതുവശത്ത് കാണുന്നതാണ് ബിവറേജ്. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ റൂട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ റൂട്ടിൽ വരുന്നവർ ഒരുപാട് ഭയങ്കരമായ കാഴ്ചകളുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് ഈ റൂട്ടിൽ വരരുത്. മാത്രമല്ല, വരുന്നവർ ഒന്നെങ്കിൽ ബൈക്കിന് വന്നാൽ നല്ലതായിരിക്കും. അതുപോലെ അല്ലാത്ത കാറുകളൊന്നും ആയിട്ട് കയറി വന്നാലൊന്നും കയറിപ്പോകാൻ കുറച്ച് പാടായിരിക്കും. ചെറുവണ്ടികൾ മാത്രമേ ഈ റൂട്ടിൽ പോകുള്ളൂ. ഇവിടെ നിന്ന് പുള്ളിക്കാനത്ത് നിന്ന് വെള്ളികുളത്തേക്ക് ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് താഴെ വെള്ളികുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതായിരിക്കും. എന്തായാലും യാത്രകൾ പ്രകൃതിയെ അറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ റൂട്ടാണ് കേട്ടോ. ഒരുപാട് പേർക്കൊന്നും ഈ റൂട്ടിനെ കുറിച്ച് ഒട്ടും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ഞങ്ങൾ വന്നപ്പോൾ ആരും കണ്ടില്ല അതുവഴി. അവിടെ താമസക്കാരായിട്ടുള്ള കുറച്ച് 1-2 പേര് സ്കൂട്ടറിലൊക്കെ പോകുന്നത് കണ്ടതുള്ളൂ. അല്ലാതെ യാത്രക്കാരായിട്ടുള്ള ആരെയും ആ റൂട്ട് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും പാതയത്തിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇന്ന് വെള്ളികുളത്ത് നിന്ന് വാഗമണിലേക്ക് പുതിയൊരു വഴി കൂടെ ഉള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.